അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. ഏറെ സ്നേഹാദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, കഴിഞ്ഞ എപ്പിസോഡുകളിൽ നാം ശ്രവിച്ചത് അള്ളാഹുവിൻ്റെ നാമഗുണവിശേഷണങ്ങളിലെ ആഴത്തിലുള്ള ചില അറിവുകളാണ്. അള്ളാഹുവിൻ്റെ നാമഗുണവിശേഷണങ്ങൾ ഏറെ മഹത്വമേറിയതും അതിൻ്റെ വിജ്ഞാനം നമുക്ക് വലിയ ഗുണങ്ങൾ മാത്രം നൽകുന്നതുമാണ്, മഹത്വമേറിയ വിജ്ഞാനമാണ് എന്നത് നമ്മൾ മനസ്സിലാക്കി. അതിലെത്ര നാമങ്ങളാണ് നമ്മൾ പഠിച്ചത്? അള്ളാഹു, അതുപോലെ തന്നെ അൽ ഇലാഹ്, അർ റഹ്മാൻ, അതുപോലെ തന്നെ അർ റബ്ബ് എന്നീ 4 നാമങ്ങൾ നമ്മൾ പഠിച്ചു അല്ലേ. ഇനി അർ റഹ്മാൻ, അർ റഹീം എന്ന നാമങ്ങൾ റഹ്മത്ത് എന്നതിൽ നിന്നാണ് വന്നത് എന്നും കഴിഞ്ഞ ക്ലാസ്സിൽ നിന്ന് പഠിച്ചു. ഓക്കെ, എന്താണ് റഹ്മത്ത്? ഈ ലോകത്ത് നമുക്ക് ലഭിക്കുന്നതെല്ലാം അള്ളാഹുവിൻ്റെ റഹ്മത്താണ് അല്ലേ. ഓക്കെ, ഇനി അള്ളാഹുവിൻ്റെ അർ റഹ്മാൻ എന്ന നാമം 57 തവണയാണ് വിശുദ്ധ ഖുർആനിൽ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ അർ റഹീം എന്ന നാമം 114 പ്രാവശ്യമാണ് വിശുദ്ധ ഖുർആനിൽ വന്നിട്ടുള്ളത്. അപ്പോൾ അർ റഹ്മാനിനേക്കാൾ അധികമായി കൊണ്ട് അർ റഹീം എന്ന നാമം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അർ റഹ്മാൻ എന്ന ആ ഒരു നാമത്തിനേക്കാൾ, അല്ലെങ്കിൽ അതിൽ നിന്ന് ലഭിക്കുന്ന റഹ്മത്തിനേക്കാൾ അർ റഹീം എന്ന നാമത്തിലൂടെ പ്രത്യേകമായി കൊണ്ട് ലഭിക്കുന്നു, റഹ്മത്ത് ലഭിക്കുന്നു. വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു വസ്തുത, ദുനിയാവിലെല്ലാ ആളുകൾക്കും അള്ളാഹു റഹ്മാനാണ്. കാരണം മഴ പെയ്യുന്നു, അതെല്ലാ ആളുകളും ആസ്വദിക്കുന്നു. ആകാശം ഉണ്ട്, അതെല്ലാ ആളുകളും ആസ്വദിക്കുന്നു. രാവും പകലുമുണ്ട്, അതെല്ലാ ആളുകളും ആസ്വദിക്കുന്നു. എന്നാൽ അള്ളാഹുവിൽ വിശ്വസിച്ച സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്ന സത്യവിശ്വാസികൾക്ക്, തഖ്വയോടുകൂടി ജീവിക്കുന്നവർക്ക് അള്ളാഹുവിൻ്റെ പ്രത്യേകമായ റഹ്മത്ത് ലഭിക്കുമെന്നാണ്. റഹ്മത്തി വസിഅത് കുല്ല ഷൈഇൻ എന്ന് പറഞ്ഞതിന് ശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല അതേ ആയത്തിൽ പറയുന്നുണ്ട്, ഫസഅക്തുബുഹ, അത് ഞാൻ പ്രത്യേകമായി രേഖപ്പെടുത്തും, അത് പ്രത്യേകമായി രേഖപ്പെടുത്തും ലില്ലദീന യത്തഖൂൻ, തഖ്വയോടുകൂടി ജീവിക്കുന്ന ആളുകൾക്ക്. അപ്പോൾ അള്ളാഹുവിനെ സൂക്ഷിച്ച് അള്ളാഹു പറഞ്ഞതൊക്കെ അനുസരിച്ച് നിസ്കരിച്ച് നോമ്പ് നോറ്റ് ജീവിക്കുന്ന ആളുകൾക്ക് അള്ളാഹു പ്രത്യേകമായി അവൻ്റെ റഹ്മത്ത് നൽകും. അതാണ് റഹീം. അർ റഹീം എന്ന് പറഞ്ഞാൽ വിശ്വാസികൾക്ക് പ്രത്യേകമായി അവൻ ചില റഹ്മത്തുകൾ നൽകും. ഫസഅക്തുബുഹ, അത് പ്രത്യേകമായി രേഖപ്പെടുത്തുന്ന പറഞ്ഞത്. ഫസഅക്തുബുഹ ലില്ലദീന യത്തഖൂൻ വയുതൂന സകാത്ത്, സകാത്ത് നൽകുന്നവർക്കും, വല്ലദീനഹും ബിആയാതിനാ യുക്മിനൂൻ, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുന്നവർ, പരലോകത്തെക്കുറിച്ച് ചിന്തയുള്ളവർ, പരലോകത്തെ വിശ്വസിക്കുന്നവർ, അതുപോലെ തന്നെ യഥാർത്ഥ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നവർ. നമ്മളൊക്കെ നിസ്കരിക്കുന്നവരാണല്ലേ, നോമ്പ് നോക്കുന്നവരാണ്. അതുപോലെ തന്നെ സക്കാത്തിൻ്റെ ഓഹരി നമുക്ക് കൊടുക്കാനുണ്ടെങ്കിൽ അത് നമ്മൾ കൊടുക്കേണ്ടവരാണ് അല്ലേ. ഓക്കെ, ഇതുപോലെ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് അള്ളാഹു പറഞ്ഞത് ചെയ്ത്, ചെയ്യരുതേ എന്ന് പറഞ്ഞത് ഒഴിവാക്കി ഇങ്ങനെ തഖ്വയോടുകൂടി ജീവിച്ചാൽ അള്ളാഹുവിൻ്റെ പ്രത്യേകമായ റഹ്മത്ത് നമുക്ക് ലഭിക്കും. അതാണ് അർ റഹീം എന്നതുകൊണ്ടുള്ള ഉദ്ദേശം. റഹീം എന്ന് പറഞ്ഞാൽ വിശ്വാസികൾക്ക് പ്രത്യേകമായ കാരുണ്യം നൽകുന്നവൻ എന്നതാണ് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മാത്രമല്ല, നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പഠിച്ചു അല്ലേ, അള്ളാഹുവിന് 100 റഹ്മത്തുണ്ട്. അതിൽ ഒരു റഹ്മത്താണ് ദുനിയാവിൽ അള്ളാഹു സംവിധാനിച്ചത്. ബാക്കി 99 നാളെ പരലോകത്തേക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ്, വിശ്വാസികൾക്ക് വേണ്ടി മാത്രമായി മാറ്റിവെച്ചിരിക്കുകയാണ് അള്ളാഹു. അത് നമുക്ക് ഓരോരുത്തർക്കുമാണ് കിട്ടേണ്ടത്. അതിനുവേണ്ടി എന്ത് ചെയ്യണം? നമ്മൾ റബ്ബിനെ സൂക്ഷിച്ച് ജീവിക്കണം, അള്ളാഹു പറഞ്ഞതനുസരിച്ച് ജീവിക്കണം, അള്ളാഹു ചെയ്യരുതേ എന്ന് പറഞ്ഞതിൽ നിന്ന് വിട്ടു നിൽക്കണം. കളവ് പറയാൻ പാടില്ല, മോഷ്ടിക്കാൻ പാടില്ല, ഉമ്മാനെ വാപ്പാനെ അനുസരിക്കണം. ഇങ്ങനെ അള്ളാഹു എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ അനുസരിച്ച് ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസികൾക്ക് പരലോകത്ത് പ്രത്യേകമായ റഹ്മത്ത് ലഭിക്കും. അള്ളാഹു അത്തരം റഹ്മത്ത് ലഭിക്കുന്ന ആളുകളിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സന്ദർഭത്തിൽ സ്വഹാബാക്കളോട് ഇങ്ങനെ പറയാണ്,
നിങ്ങളുടെ അമലുകൾ കൊണ്ടൊരാൾക്കും വിജയിക്കാൻ സാധിക്കൂല. അപ്പോൾ സ്വഹാബികൾ ചോദിക്കുകയാണ്, റസൂലെ നിങ്ങൾക്കും വിജയിക്കാൻ സാധിക്കൂലേ, നാളെ പരലോകത്ത് രക്ഷപ്പെടൂലേ എന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, വല അന, ഞാനും രക്ഷപ്പെടുകയില്ല, ഇല്ല അൻ യതഗമ്മദനി അല്ലാഹു ബിഫളിൻ വറഹ്മത്തിൻ, അള്ളാഹുവിൻ്റെ പ്രത്യേകമായ കാരുണ്യവും അള്ളാഹുവിൻ്റെ ഔദാര്യവുമില്ലാതെ എനിക്ക് നാളെ പരലോകത്ത് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കൂല എന്ന് ആരാ പറഞ്ഞത്? പ്രവാചകൻ പറഞ്ഞല്ലേ. പ്രവാചകൻ്റെ പ്രത്യേകത എന്താ? രാത്രി മുഴുവൻ നിന്ന് നിസ്കരിച്ച് കാലിൽ നീര് വരുമാറ് നിസ്കരിച്ചു എന്നാണ് പ്രവാചകനെക്കുറിച്ച് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അത്രയേറെ അള്ളാഹുവിനെ സൂക്ഷിച്ച് പ്രവാചകനായി ആ പ്രവാചക ദൗത്യം നിറവേറ്റി ജീവിച്ച ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ പോലും ഈ രൂപത്തിൽ അള്ളാഹുവിൻ്റെ റഹ്മത്തില്ലെങ്കിൽ പരലോകത്ത് രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ അവിടെയാണ് അർ റഹീം എന്ന നാമം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അർ റഹീം നാളെ പരലോകത്ത് വിശ്വാസികൾക്ക് പ്രത്യേകമായി റഹ്മത്ത് ചൊരിയുന്നു, വിശ്വാസികളോട് പ്രത്യേകമായ റഹ്മത്തുകൾ കാണിക്കുന്നു. അങ്ങനെ അള്ളാഹുവിൻ്റെ 100 റഹ്മത്തിൽ ഒരു റഹ്മത്ത് ദുനിയാവിൽ സംവിധാനിച്ചു. അങ്ങനെ അവൻ റഹ്മാനായി. ആ റഹ്മാനായ റബ്ബ് നാളെ പരലോകത്ത് പ്രത്യേകമായി കൊണ്ട് വിശ്വാസികൾക്ക് നൽകുന്ന റഹ്മത്താണ് റഹീം. റഹീമായ റബ്ബ് നാളെ പരലോകത്ത് വിശ്വാസികൾക്ക് പ്രത്യേകമായി റഹ്മത്ത് നൽകും. ബാക്കി 99 റഹ്മത്തുകളും നാളെ പരലോകത്ത് വിശാലമായി നൽകും. അങ്ങനെ പ്രവിശാലമായ റഹ്മത്തിൻ്റെ ഉടയവനാണ് അർ റഹീമായ റബ്ബ് സുബ്ഹാനഹു വ തആല. അതാണ് നമ്മൾ ഈ നാമത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ റഹീമായ റബ്ബിൻ്റെ പ്രത്യേകമായ കാരുണ്യം കരസ്ഥമാക്കാൻ നമ്മൾ ഈ ദുനിയാവിൽ ചില കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അതിലൊന്നാമത്തത് ഖുർആൻ പാരായണമാണ്. രണ്ടാമത്തത് ഖുർആൻ കേൾക്കുക എന്നതാണ്. അതുപോലെ തന്നെ ദുനിയാവിലുള്ള ആളുകളോട് കാരുണ്യം കാണിക്കലാണ്. അതുപോലെ തന്നെ അള്ളാഹു ഇഷ്ടപ്പെട്ട പ്രവർത്തനങ്ങൾ പ്രവർത്തിക്കുക എന്നതാണ്. ഇങ്ങനെ അള്ളാഹു ഇഷ്ടപ്പെട്ട പ്രവർത്തനങ്ങൾ പ്രവർത്തിക്കുന്നതിലൂടെ, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നതിലൂടെ, വിശുദ്ധ ഖുർആൻ ശ്രദ്ധിച്ച് കേൾക്കുന്നതിലൂടെ, അതുപോലെ തന്നെ ചെറിയ ആളുകളോട് കരുണ കാണിക്കുന്നതിലൂടെ, ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കുന്നതിലൂടെ, ഇങ്ങനെ പ്രത്യേകമായി കൊണ്ട് ചില പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ റഹീമായ റബ്ബിൻ്റെ പ്രത്യേകമായ റഹ്മത്ത് നമുക്ക് ലഭിക്കാൻ കാരണമാകുമെന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആനിൻ്റെയും തിരുവചനങ്ങളിലൂടെയും നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. അത്തരത്തിൽ റഹീമായ റബ്ബിൻ്റെ പ്രത്യേകമായ റഹ്മത്ത് ലഭിക്കുന്ന യഥാർത്ഥ സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.